ഹായ് ഫ്രണ്ട്സ്, മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പത്തനമാറ്റും മഴത്തോരു മുംബൈയും റിവ്യൂസ് ഇടാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ മഴത്തോരു മുംബൈയുടെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ രോഹിത് ആണെങ്കിൽ എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണല്ലോ. അലീന രോഹിത്തിനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അലീന പറയുന്നൊന്നും കേൾക്കാൻ രോഹിത്ത് കൂട്ടാക്കുന്നില്ല കേട്ടോ. രോഹിത്തിന് ആകെപ്പാടെ ടെൻഷനാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പം ആളുകളുടെ കളിയാക്കലും കൂക്കിവിളികളും എല്ലാം. അങ്ങനെ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് രോഹിത്ത്. അതേസമയം വൈജ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ഗംഗേട്ടനും ശിവേട്ടനും കൂടെ വൈജയെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനിയിപ്പം നമ്മുടെ അലീനയുമായിട്ട് അംഗം തുടങ്ങുകയാണ് കേട്ടോ വൈജയുടെ മുമ്പിൽ അലീന പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അലീനയോടും അതുപോലെ ബാലചന്ദ്രനോടും അംഗം കുറിച്ചിരിക്കുകയാണ് വൈജ. അതേസമയം രോഹിത്തിനെ ആശ്വസിപ്പിക്കാൻ വൈജ ചെല്ലുന്നുണ്ടെങ്കിലും വൈജയുടെ ഒപ്പം രോഹിത്ത് നിൽക്കുന്നൊന്നുമില്ല. രോഹിത്തിന് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ശരണ്യയെ, മനുവും അലീനയും കൂടി. ശരണ്യ വന്നു കഴിയുമ്പം ശരണ്യയുടെ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട് രോഹിത്ത്. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് വൈജ വന്നിട്ട് വളരെ മോശമായിട്ട് ശരണ്യയോട് പറയുമ്പം അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രോഹിത്ത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ആണ് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആകാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി, ബില്ലെല്ലാം അടച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയി. വൈജ ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ് കേട്ടോ. സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്ത് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ. അവിടെ ചെന്നിട്ട് ബബിതയെയും രോഹിത്തിനെയും ഒക്കെ അങ്ങോട്ട് ക്ഷണിച്ച് അവിടെ താമസിക്കാനാണ് വൈജയുടെ പ്ലാൻ. എന്നാൽ ഗംഗേട്ടനും ശിവേട്ടനും മനുവും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് വൈജയെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെയാക്കുക, ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ വൈജ അവരെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയോട് പറയാണ്, ഡിസ്ചാർജ് ആകാൻ റെഡി ആയിരിക്കുകയാണല്ലോ അല്ലേ എന്ന് പറയാണ്. അതെ, അല്ല നിങ്ങളൊക്കെ എന്തിനാ ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, നീ ഡിസ്ചാർജ് ആകുമല്ലേ, നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയാണ്. ബാലചന്ദ്രൻ വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. വൈജ പറയാണ്, എന്തിനാ ബാലചന്ദ്രൻ വരുന്നത്? ബാലചന്ദ്രൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കാൻ പോവാണ്. ബാലചന്ദ്രൻ അവിടെ കടപ്പാട്ടൊരു വീട്ടിൽ ആ അലീനയും ഒത്ത് ജീവിക്കട്ടെ, അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയാ, അതൊക്കെ നീ തീരുമാനിച്ചോ? അലീന ബാലചന്ദ്രൻ്റെ മോളല്ലേ, അപ്പോൾ പിന്നെ അവൾ അവിടെ നിൽക്കരുതെന്ന് പറയാൻ നിനക്ക് അവകാശമില്ലല്ലോ. ബാലചന്ദ്രൻ്റെ വീടല്ലേ അത്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? അതാ പറഞ്ഞത്, ബാലചന്ദ്രൻ്റെ മോള് അവൾ അവിടെ ഉള്ളപ്പോൾ ഞാൻ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല, ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല, അയാളുടെ മുമ്പിൽ എനിക്ക് തോക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും വേറെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അങ്ങോട്ടേ ഡിസ്ചാർജ് ആയി പോകുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശിവേട്ടൻ പറയാം, ശരി നമുക്ക് തീരുമാനിക്കാം, എന്തായാലും നീ എന്തായാലും വണ്ടിയിലേക്ക് കയറ്, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ വൈജ ചിന്തിക്കുന്നത് വൈജ എടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ മനുവിനോട് വൈജ ചോദിക്കുന്നുണ്ട്, മനു, വീട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും സൗകര്യങ്ങളൊക്കെ ഉള്ള വീടായിരിക്കുമല്ലോ അല്ലേ, ഞങ്ങൾക്ക് 3 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ആ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയെ അവർ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ശിവേട്ടനും ഗംഗേട്ടനും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ വൈജ പുറകിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ വൈജയോ പറയുന്നുണ്ട്, എന്നെ ഞാൻ വാങ്ങിയ വീട്ടിലേക്ക് കൊണ്ടാക്കുകയല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഗംഗേട്ടൻ പറയാണ്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാണ്, പക്ഷേ നീ വാങ്ങിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കേ കൊണ്ടാക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. വൈജ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ട ഈ പറയുന്നത്? അതാ പറഞ്ഞത്, നീ എൻ്റെ സഹോദരിയാണ്, നിന്നെ കണ്ടെടുത്തൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, നിന്നെ കടപ്പാട്ടൂർ വീട്ടിൽ കൊണ്ടാക്കും ബാലചന്ദ്രൻ്റെ അടുത്ത്, അതാ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം വൈജ ദേഷ്യപ്പെടുക. എന്താ ഗംഗേട്ട ഈ പറയുന്നത്? ഇത് പറഞ്ഞല്ലല്ലോ അവിടുന്ന് വണ്ടിയിൽ കയറ്റിയത്, ഞാൻ അവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്, എനിക്ക് അവിടെ പോയി നിന്നാൽ മതി, എൻ്റെ കൂടെ എൻ്റെ രോഹിത്തും ബബിതയും വരും, അവർ മതി, കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ കൂടെ നിന്നോട്ടെ, ഞാനല്ലാതെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുന്ന പ്രശ്നമില്ലാന്ന് പറയാം. അപ്പം ഗംഗേട്ടൻ പറയാണ്, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ വൈജെ, നിന്നെ എന്തായാലും കടപ്പാട്ടൊരു വീട്ടിൽ കൊണ്ടാക്കാനാണ് ഞങ്ങൾ 2 പേരും തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ മിണ്ടാതെ അടങ്ങി അവിടെ ഇരിക്കണമെന്ന് പറയാണ്. നിനക്കെന്താ കടപ്പാട്ടൂർ നിന്നാൽ എന്ന് ചോദിക്കുക. അപ്പോൾ വൈജ പറയാണ്, എനിക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ല, എനിക്ക് ബാലചന്ദ്രൻ്റെ മുമ്പിൽ തോക്കാൻ പറ്റില്ല, മാത്രമല്ല അലീന അവിടെ ഇല്ലേ, അവളുള്ള വീട്ടിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല, അവളെ കാണുന്നത് പോലും എനിക്ക് ദേഷ്യമാണ്, അവളും ഞാനും കൂടെ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോവില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ഗംഗേട്ടൻ പറയുന്നുണ്ട്,
അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്നെ എന്തായാലും കടപ്പാരിട്ട ഒരു വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടാക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം ദേഷ്യവും മനപ്രയാസവും എല്ലാം വന്ന് വൈജ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം വണ്ടി കടപ്പാട്ടൊരു വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. കടപ്പാട്ടൊരു വീട്ടിൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുമ്പം തന്നെ അലീന ഓടി വരികയാണ്. അലീനയ്ക്കറിയാം അമ്മ ഡിസ്ചാർജ് ആയിട്ട് വരികയാണെന്നുള്ള കാര്യം കേട്ടോ. വളരെ സന്തോഷത്തോടെ അലീന ഓടി വരികയാണ്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട് വൈജയോട്, വൈജി നീ ഇറങ്ങ്, നിന്നെ അകത്ത് കൊണ്ടിരുത്താമെന്ന് പറയാണ്. വൈജ നല്ല ദേഷ്യത്തോടെ ചുറ്റും പുറമൊക്കെ നോക്കിയിട്ട് കാറിൻ്റെ ഡോറ് തുറന്ന് പതുക്കെ പിടിച്ച് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴേക്കും വാതുക്കെ വന്ന് നിൽക്കുന്ന അലീനയാണ് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും വൈജയ്ക്ക് നിവർന്ന് പോലും നിൽക്കാൻ മേലെങ്കിലും നല്ല ദേഷ്യത്തോടു കൂടി അലീനയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അലീന ഒരു സൈഡിലേക്ക് പേടിച്ച് മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഓടിച്ചെന്ന് അമ്മയെ പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വൈജ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. വൈജ പതുക്കെ പിടിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഗഗേട്ടനും ശിവേട്ടനും മനുവും എല്ലാം അകത്തേക്ക് വരികയാണ്. അപ്പോൾ അലീന അവരോട് പറയുന്നുണ്ട് അകത്തേക്ക് വാ എന്ന് പറയുക. അങ്ങനെ അവരകത്തേക്ക് കയറി പോവുകയും വൈജ അകത്തേക്ക് കയറാതെ സിറ്റ് ഔട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ്. അപ്പോഴേക്കും അലീന വൈജയെ പിടിച്ചെണീപ്പിക്കാൻ ചെല്ലുകയാണ്. അപ്പം വൈജ അലീനയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. നോക്കിയിട്ട് പറയാണ്, എന്തിനാടി വന്നത്? നീയുള്ള ഈ വീട്ടിലേക്ക് വരാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. നാശം പിടിക്കാൻ എല്ലാവരും കൂടി എന്നെ ഇവിടെ കൊണ്ടിട്ടു. എന്തായാലും എന്താ അല്ലേ, എന്നെ പിടിക്കാൻ ആരും വരണ്ട, ഞാൻ തനിയെ അകത്തേക്ക് കയറി പോയിക്കോളാം എന്ന് പറയാണ്. അലീന പേടിച്ച് പിന്മാറുകയാണ്. അപ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീനെ മോളെ നീ ഇങ്ങ് പോരെ, അവൾക്കിപ്പോൾ തനിയെ നടക്കാനൊക്കെ പറ്റും, അവൾ തനിയെ നടക്കട്ടെ, ഇല്ലെങ്കിലും അവളുടെ കാര്യങ്ങൾ ഇനി അവൾ തന്നെ നോക്കണ്ടേ എന്ന് പറയാണ്. അങ്ങനെ വൈജ അകത്തേക്ക് കയറി എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും ബാലചന്ദ്രനും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അല്ല ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, ഇവൾ പുതിയ അപ്പാർട്ട്മെൻ്റ് എടുത്ത് അങ്ങോട്ട് മാറുന്നെന്ന് പറഞ്ഞിട്ട് എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് ബാലചന്ദ്ര ഞങ്ങൾ സമ്മതിച്ചില്ല, അവളെ അങ്ങനെ തനിയെ താമസിക്കാൻ വിടേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ തകരാൻ പറ്റില്ല, നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ ജീവിക്കണ്ടേ, അവളുടെ ഈ അഹങ്കാരമൊക്കെ തീരും ബാലചന്ദ്ര എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അവളുടെ അഹങ്കാരം തീരണം, എന്നെ ഒരു ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കണം, അവളെ ഒരു ഭാര്യയായിട്ട് കാണണമെന്നൊന്നും എനിക്കൊരു താല്പര്യവും ഇല്ല, എന്നെ അംഗീകരിക്കാത്തടത്തോളം കാലം എനിക്കും അത് ആവശ്യമില്ല. പക്ഷേ അലീനയെ അവൾ കുറ്റപ്പെടുത്താനോ ചീത്ത പറയാനോ ഒന്നും പറ്റില്ല എന്ന് ബാലചന്ദ്രൻ പറയാം. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളോട്, പക്ഷേ ബാലചന്ദ്രൻ അവളുടെ സ്വഭാവം അറിയാമല്ലോ, അലീനെ അവൾ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല, പിന്നെ അങ്കിളിന് ബഹുമാനം തരുമോന്നും അറിയാൻ പറ്റില്ല എന്ന് പറയാണ് മനു. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അവൾക്ക് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻ്റ് എടുത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അനുവദിച്ചുകൂടായിരുന്നോ എന്ന് പറയുമ്പം ശിവേട്ടൻ പറയാണ്, ബാലചന്ദ്ര എന്തായാലും അവൾ ഞങ്ങളുടെ സഹോദരിയല്ലേ, അവൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, ആര് പറഞ്ഞാലും അംഗീകരിക്കുന്ന സ്വഭാവവും ഇല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് ആ അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കാൻ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല, അത് തന്നെയല്ല നിങ്ങൾക്ക് 3 മക്കളുണ്ട്, മക്കളുടെ കാര്യവും ചിന്തിക്കണ്ടേ എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം മനു അലീനയുടെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ കാര്യം. രോഹിത്ത് എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പം അലീന പറയാം, രോഹിത്താണെങ്കിൽ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, ആകെ മൊത്തം പേടിച്ച് വിറച്ച മട്ട, എന്തായാലും വല്ലാത്തൊരവസ്ഥ അവന്, ഡോക്ടർ പറഞ്ഞത് എങ്ങനെയെങ്കിലും നിർബന്ധിച്ചവനെ ഭക്ഷണം കഴിപ്പിക്കണമെന്നാ, പക്ഷെ അവൻ അതിനോടൊന്നും താല്പര്യമില്ല, അവനാകെപ്പാടെ എല്ലാവരോടും ദേഷ്യമാണ്, അവന് ഒന്നും വേണ്ടെന്നാ പറയുന്നത് എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, സാരില്ല അതൊക്കെ മാറും, അവൻ്റെ മനസ്സിനേറ്റ ആ മുറിവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു മനസ്സിൽ പശ്ചാത്താപമുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം എന്ന് പറയാണ് കേട്ടോ. അതേസമയം വൈജയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന പാടെ രോഹിത്തിനെ കാണാൻ ചെല്ലുകയാണ്. രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പം രോഹിത്ത് അവിടെ പുതച്ചു മൂടി ഇങ്ങനെ കിടക്കുക. അപ്പോൾ വൈജി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, എടാ രോഹിത്തെ എന്താ ഇവിടെ സംഭവിക്കുന്നൊക്കെ, നീ എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്, നിനക്ക് എന്താ സംഭവിച്ചത്, നിൻ്റെ മുഖത്തൊക്കെ എന്താ ഈ മുറിവൊക്കെ, നിനക്ക് എന്താ സംഭവിച്ചത്, നിനക്ക് അവൾ ഭക്ഷണമൊന്നും തരാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, എന്താ ഇപ്പം വേണ്ടത്, അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, വേറൊരു വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ വന്നിരിക്കുകയാണോ. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, ഞാൻ വന്നത് നിനക്കും നിൻ്റെ അച്ഛനും ഒക്കെ സമാധാനക്കേടാണല്ലേ, ഓഹോ ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നതോടുകൂടി മക്കളെ എല്ലാം മാറ്റിയെടുത്തു ബാലചന്ദ്രൻ, ഇത്രയും നാളും ബബിതയും നീയും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു,
ഇപ്പം അതും മാറ്റിയെടുത്തിരിക്കുക ബാലചന്ദ്രൻ. അല്ല, ബാലചന്ദ്രനാണോ അവളാണോ ആ അലീന? എന്തായാലും നീ എന്നോട് തറുതല പറയാറായല്ലേ എന്ന് ചോദിക്കുക. അപ്പം രോഹിത് പറയാ, കണ്ടോ തുടങ്ങി, ഇനിയും വഴക്ക് തുടങ്ങി. ചുമ്മാതല്ല അച്ഛൻ ഈ പറയുന്നത്. അല്ല, നീ നീ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുവാണോ? നീ എന്തിനാടാ ആ ഹരിയുടെ കൂടെ പോയത്? എന്നിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയിട്ട് നീ വന്ന് കിടക്കുന്നു. എന്നിട്ട് വീണ്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? അപ്പൊ രോഹിത് പറയും, ഹോ, ഇത് ഭയങ്കര കഷ്ടമായല്ലോ. ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഞാൻ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്കെല്ലാം സമാധാനാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് മനു കയറി വരിക. മനു പറയുന്നുണ്ട്, രോഹിത്തെ, എന്താ ഇത്? നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആൻറ്റി നിന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചതല്ലേ? ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതല്ലേ? നിന്റെ അമ്മയല്ലേ? നിനക്ക് എന്തുണ്ടെന്ന് ചോദിക്കൂലേ? അപ്പോൾ വൈദ്യ പറയാ, ഇല്ല, അതെങ്ങനെ ചോദിക്കും? ബാലചന്ദ്രനും അവളും കൂടെ ഇവൻ്റെയും മനസ്സ് മാറ്റി, അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ മനു പറയാ, ആൻറ്റി ഇനിയും എഴുതാപ്പുറം വായിക്കല്ലേ. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്കിളും അലീനയും ഒന്നും ഇവൻ്റെ മനസ്സ് മാറ്റിയതല്ല. ഇവൻ ആ ഷോക്കിൽ നിന്നൊന്നും മാറിയിട്ടില്ല. ഇവൻ്റെ മനസ്സിലുള്ള ആ കുറ്റബോധവും വിഷമവും ഒക്കെയാണ് ഇങ്ങനെ ഈ കാണിക്കുന്നത്. താമസിക്കാതെ അതൊക്കെ അങ്ങ് മാറിക്കോളും. മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഭക്ഷണം കൂടി ഇവൻ നേരെ ചൊവ്വിന് കഴിച്ചാൽ എല്ലാം ശരിയാവും പറയുമ്പോൾ വായിച്ച റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാം. അപ്പോഴേക്കും മനു രോഹിത്തിനോട് പറയാം, രോഹിത്തെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പരിഹാരം ഉണ്ടാവണ്ട, എനിക്ക് ആരെയും കാണുക വേണ്ട. അപ്പോൾ അലീന ഒരു ഗ്ലാസ് ജ്യൂസും ഒക്കെ ആയിട്ട് വരികയാണ് രോഹിത്തിൻ്റെ അടുത്തേക്ക്. അലീന കൊണ്ടുവന്ന് ആ ജ്യൂസ് രോഹിത്തിന് കൊടുക്കുക. ഒപ്പം മനുവിനും കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്. രോഹിത്ത് ഇത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. രോഹിത്ത് അലീനയുടെ കയ്യിൽ നിന്ന് അതങ്ങ് തട്ടിമറിച്ച് കളയാണ്. ഗ്ലാസ് എല്ലാം പൊട്ടിച്ചെതറി നിലത്ത് കിടക്കാണ്. അലീന പറയുന്നുണ്ട്, രോഹിത്തെ, നീ എന്താ ഈ കാണിച്ചത്? ആ ജ്യൂസെങ്കിലും നിനക്ക് കുടിച്ചൂടായിരുന്നോ? ഭക്ഷണം കഴിക്കാതെ സമരം ചെയ്ത് നീ ആരെ തോപ്പിക്കാനാ? നീ സ്വയം തോറ്റുപോവുള്ളൂ രോഹിത്തെ എന്ന് പറയാ. അപ്പം മനു പറയാ, രോഹിത്തെ, നീ എന്തിനാ അലീനയോട് ഈ ദേഷ്യം കാണിക്കുന്നത്? അലീന ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാൻ വയ്യ. ആരായാലും എന്താ, അമ്മ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അച്ഛൻ്റെ മോളോ അമ്മയുടെ മോളോ എനിക്കൊന്നും അറിയണ്ട. അപ്പോഴേക്കും ഉടനെ തന്നെ മനു പറയാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ശരണ്യെ പറഞ്ഞ് മനസ്സിലാക്കി കോടതിയിൽ അവളെ കൊണ്ട് നിനക്ക് വേണ്ടി വാദിപ്പിച്ചത് അലീനയാണ്. അലീന അവിടെ ചെന്ന് ശരണ്യയുടെ മനസ്സ് മാറ്റിയില്ലായിരുന്നെങ്കിൽ, അവളുടെ ആ തളർച്ച മാറ്റിയില്ലായിരുന്നെങ്കിൽ, അവളെ മോട്ടിവേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജയിലഴിയിൽ കിടന്നേനെ. നിനക്ക് ജാമ്യം കിട്ടാനും നിന്നെ വെറുതെ വിടാനും ഒക്കെ കാരണം ശരണ്യാണ്. ശരണ്യെ പറഞ്ഞു മനസ്സിലാക്കിയത് അലീനയാണെന്ന് പറയാം. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് രോഹിത്, ഞാൻ അതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ ശരണ്യെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഹരിയും കൂട്ടരും അല്ലേ തെറ്റ് ചെയ്തത്? അപ്പോൾ ഉടനെ മനു ഫോണിൽ ഒരു വീഡിയോ കാണിക്കാണ്. രോഹിത്തെ, നീ ഈ വീഡിയോ നോക്ക്. അലീന നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടത്. നീ ആ ശരണ്യയുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാല് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അലീനയെ കല്ലെറിഞ്ഞോടിക്കാനും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വരെ നോക്കി. എന്നിട്ടും അലീന സ്വന്തം ജീവൻ വരെ പണയം വെച്ചാൽ നിനക്ക് വേണ്ടി വാദിച്ചത്. നിന്റെ നിരപരാധിത്വം അവിടെ പറഞ്ഞു മനസ്സിലാക്കിയത്, ശരണ്യയെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയത്, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതല്ലേ? ഈ വീഡിയോ നീ കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് കേട്ടോ, അലീന അവിടെ ചെല്ലുമ്പം ആളുകളെല്ലാം പ്രശ്നം വയ്ക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം കാണുവാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഉടനെ തന്നെ മനു പറയുന്നുണ്ട്, ഇത് കണ്ടോ, നിന്റെ സ്വന്തം സഹോദരിയാണ് ഇവള്. ഇനി നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നീ DNA ടെസ്റ്റ് ചെയ്യ്. നിനക്ക് നിന്റെ അച്ഛൻ്റെ മോളാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നീ DNA ടെസ്റ്റ് ചെയ്യ്. നിന്റെ സ്വന്തം സഹോദരിയാണ് അലീന. അവൾ നിനക്ക് ദ്രോഹം വരുന്ന ഒന്നും ചെയ്യില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക രോഹിത്തെ എന്ന് പറയാ. അപ്പോൾ രോഹിത്ത് അലീനയെ നോക്കിയിട്ട് പറയാ, മനുവേട്ടാ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതെ, അലീന എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അലീന ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നേനെ. എന്നാലും ഞാൻ ആ ശരണ്യോട് ചെയ്തത് മോശമായി പോയി. അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനും കൂടിയല്ലേ. ഞാൻ അന്ന് ആ ഹരിയുടെ അവരുടെ പ്ലാനിൽ കൂടരുതഞ്ഞു. എന്നിട്ടും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഞാൻ ചെയ്തത് തെറ്റാ. എനിക്ക് ശരണ്യെ കണ്ട് മാപ്പ് പറയണമെന്നുണ്ട്. ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഞാനും കൂടെ കാരണമായല്ലോ. അപ്പോൾ മനു പറയാണ്, ഇല്ല, നീ വിഷമിക്കണ്ട, നമുക്കൊരു ദിവസം ശരണ്യെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരണ്യെ നിന്നെ വന്ന് കാണും എന്ന് പറയാണ്. അപ്പോൾ മനു അത് പറയുമ്പോഴേക്കും രോഹിത്തിന് കുറച്ചൊക്കെ ആശ്വാസമാവുകയാണ് കേട്ടോ. മനു അലീനയോട് പറയുന്നുണ്ട്, അലീനെ, നമുക്ക് ശരണ്യയുടെ വീട് വരെ പോകണം. ശരണ്യെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരണം. ഇവിടെ വന്ന് രോഹിത്തുമായിട്ട് ശരണ്യെ സംസാരിക്കട്ടെ. അവൻ്റെ മനസ്സിലുള്ള ആ വിഷമം മാറണമെങ്കിൽ അതേ നടക്കുകയുള്ളൂ. അവൻ്റെ ഈ മാനസികാവസ്ഥ മാറി അവൻ നോർമൽ ആവണമെങ്കിൽ അതേ നടക്കുകയുള്ളൂ. നമുക്കത് ചെയ്യണമെന്ന് പറയാണ്.
അപ്പോൾ അലീനയും പറയാം, ശരിയാ മനുവേട്ടാ, നമുക്ക് പോകാം, നമുക്ക് പോയി ശരണ്യെ കണ്ട് സംസാരിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് രോഹിത്തുമായിട്ട് സംസാരിക്കട്ടെ. അത് തന്നെയല്ല, രോഹിത്തിൻ്റെ മനസ്സിൽ അവളോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവന് മാപ്പ് പറയുമ്പം അവൻ്റെ മനസ്സ് കുറേയൊക്കെ ശാന്തമാകുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മനുവും അലീനയും കൂടി ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുക. ശരണ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് മനു പറയുന്നുണ്ട്, ശരണ്യെ ഞങ്ങൾ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ രോഹിത് അവിടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് പറയാം. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാ, എന്തിനാ മോനെ ഇനിയും എന്തിനാ? രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് വിളിച്ച് പറഞ്ഞില്ലേ, അവനെ വെറുതെ വിട്ടില്ലേ, ഇനിയിപ്പോൾ എന്തിനാ അവൻ്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ഇവളെ വിടില്ല എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ അലീന പറയാ, അയ്യോ അങ്ങനെ പറയരുത് അച്ഛാ. എന്താന്ന് വെച്ചാൽ അവനിപ്പം ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധമായിട്ട് അത് കിടക്കാണ്. ശരണ്യെ കണ്ട് മനസ്സൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അതൊന്ന് മാറും. ഞങ്ങൾ കാല് പിടിച്ചപേക്ഷിക്കാം, ഒന്ന് വിടണമെന്ന് പറയുമ്പം ശരണ്യയുടെ അമ്മയും പറയാണ്, മോളെ ഇതൊക്കെ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഓർക്കാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ വീണ്ടും അലീന അവരോട് വീണ്ടും മാപ്പ് ചോദിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ശരണ്യ പറയാണ്, അലീന ചേച്ചി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അവിടെ വന്ന് രോഹിതിനെ കണ്ട് സംസാരിക്കാം. അവൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ അങ്ങനെ മാറുമെങ്കിൽ മാറട്ടെ. അവൻ എന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അന്ന് ഹരിയുടെയൊക്കെ കൂടെ വന്നു എന്നല്ലാതെ അവനെ അവർ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടുപോയത്. എനിക്കത് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ്റെ ഒരാവശ്യത്തിന് ഞാൻ വരാതിരിക്കില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് മനുവിൻ്റെയും അലീനയുടെയും കൂടെ പോവാണ് കേട്ടോ ശരണ്യ അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലെത്താണ്. എത്തുമ്പോഴേക്കും രോഹിത്ത് ഇറങ്ങി വരിക. അപ്പോൾ രോഹിത്ത് നോക്കുമ്പോൾ ശരണ്യ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ രോഹിത്തിന് ആകെപ്പാടെ ഒരു ചമ്മലും വിഷമവും ഒക്കെ തോന്നുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രോഹിത്ത് മനുവിനോട് പറയും, മനുവേട്ടാ, ശരണ്യെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാമെന്ന് നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ മനസ്സിൻ്റെ വിഷമം മാറട്ടെ, ശരണ്യയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരണ്യ പറയാം, അതേ രോഹിത്തെ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. കാരണം നീ അതിലൊരു പങ്കാളിയും അല്ലെന്ന് എനിക്കറിയാം. നീയും എന്നെപ്പോലെ ചതിക്കപ്പെട്ടവനാ. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. അനില ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞു. നിന്റെ മനസ്സിൻ്റെ വിഷമം കാരണം നീ ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്നുള്ള കാര്യം അലീന ചേച്ചി പറഞ്ഞു. നീ വിഷമിക്കാൻ പോകണ്ട. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും. നീ ഒരു തെറ്റുകാരനെ അല്ല എന്ന് പറയാം. രോഹിത് കൈ കൂപ്പിക്കൊണ്ട് മാപ്പ് പറയാണ് കേട്ടോ ശരണ്യോട്. ശരണ്യ, നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ ജീവിതം തകരാൻ ഞാനും കൂടെ കാരണമായി. അന്ന് ഹരിയും കൂട്ടരും ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അവരെ തടയണമായിരുന്നു. അവരുടെ കൂടെ ഞാനും കൂടി കൂടരുതാഞ്ഞു. നിന്റെ ജീവിതം തകർന്നു പോയില്ലേ? എനിക്കുമുണ്ടല്ലോ 2 പെങ്ങന്മാര്. അവരെ പോലെ തന്നെയാണ് ഞാൻ നിന്നെയും കാണുന്നത്. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കും. എൻ്റെ സഹോദരിമാരെ പോലെ അതിലൊരാളായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. നിന്റെ മനസ്സിൽ എന്നോടൊരു ദേഷ്യം ഉണ്ടാവരുത്. എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ നിന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ് കാലിൽ വീഴുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ശരണ്യ പറയുന്നുണ്ട്, വേണ്ട രോഹിത്തെ, നീ മാപ്പ് പറയൊന്നും വേണ്ട. നീ തെറ്റുകാരനല്ല എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിൻ്റെ മനസ്സിലെ ആ ഒരു ഭാരം അവിടെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരണ്യയോട് മാപ്പെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വരികയാണ് നമ്മുടെ വൈജ നോക്കുമ്പോൾ ശരണ്യ നിൽക്കുന്നു. അതേസമയം രോഹിത്തും മനുവും അലീനയും നിൽക്കുന്നു. വൈജയ്ക്ക് പിന്നെ ദേഷ്യപ്പെടാനൊരു കാര്യമില്ല. വൈജയാണെങ്കിൽ ഉടനെ തന്നെ പറയുന്നുണ്ട് രോഹിത്തിനോട്, ഇതെന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. എടി പിഴച്ചവളെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് കേൾക്കാമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് ശരണ്യാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ആകെ കണ്ണ് നിറയാണ് ശരണ്യയുടെ. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി എന്തായി പറയുന്നത്? അങ്ങനെയൊന്നും ശരണ്യെ പറയരുത്. രോഹിത്ത് ഇവിടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പം രോഹിത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരണ്യ. അവർക്ക് കണ്ട് എന്തെങ്കിലും പരസ്പരം സംസാരിച്ച് കഴിയുമ്പം അവരുടെ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറുമല്ലോ. അതിന് ഞങ്ങളാണ് ശരണ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മനു പറയാണ്. അപ്പോൾ ഉടനെ തന്നെ വൈജ് പറയുകയാണ്, ഓഹോ, നിങ്ങളല്ലേ, ദേ ഈ അലീന, ഇവളും ഉണ്ടല്ലോ അല്ലേ, എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി കയറി കൂടിയോളല്ലേ ഇവള് കൊണ്ടുവന്നതായിരിക്കും ഈ പിഴച്ചവളെ. ഇവളെ എന്തിനാ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നത്? എടി ഇറങ്ങടി, എൻ്റെ വീട്ടിൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യത അടിയുള്ളത്? രോഹിത്തെ, നീ എന്തിനാ ഇവളെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഇറക്കി വിടാമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ശരണ്യ എന്നെ കാണാൻ വന്നതാ. എനിക്ക് ശരണ്യോട് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് നിനക്ക് ഇനി ഇവളോട് സംസാരിക്കാനുള്ളത്? ഇവള് കാരണം നിന്റെ ജീവിതം നശിച്ച് തൊല്ലയായില്ലേ? ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകാൻ കാരണം ഈ നശിച്ചവളല്ലേ, ഈ പിഴച്ചവള്. ഈ എൻ്റെ വീട്ടിൽ കയറി വരാൻ നിനക്ക് നാണയില്ലേടി എന്നൊക്കെ ശരണ്യോട് ചോദിക്കുക വൈജ. അത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരികയാണ് നമ്മുടെ രോഹിത്തിന്. രോഹിത് പറയാം, അമ്മേ, മിണ്ടിപ്പോവരുത്. ഇനി ഒരക്ഷരം ശരണ്യെ പറയരുത്. അവൾ പിഴച്ചവളല്ല.
അവളെ ഇനി അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറുന്നത് തന്നെയാണ് അമ്മയ്ക്ക് നല്ലത്. ശരണ്യെ ഇനി അങ്ങനെ വിളിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് രോഹിത് വൈജയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. വൈജി അങ്ങ് അലീനയുടെയും മനുവിൻ്റെയും മുമ്പിൽ ഒന്നും അല്ലാതായി തീരുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്